നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ ചക്കങ്കണ്ടം തീരദേശ റോഡരികിൽ ശുചിമുറി മാലിന്യം ഒഴുക്കാനെത്തിയ ടാങ്കർ ലോറി ചളിയിൽ താഴ്ന്നു. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ളവർ വാഹനം ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. വ്യാഴാഴ്ച പുലർച്ചെയാണ് വാഹനം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ടാങ്കർ ലോറിയുടെ പിൻവശത്തെ ചക്രങ്ങൾ ചെളിയിൽ താഴുകയായിരുന്നു. വാഹനം മുന്നോട്ടെടുക്കാൻ കഴിയാതെ വന്നതോടെ വാഹനത്തിലുണ്ടായിരുന്നവർ മുങ്ങിയെന്നാണ് സൂചന. വിവരമറിഞ്ഞ ഗുരുവായൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ സ്ഥലത്തെത്തി. ഗുരുവായൂർ നഗരസഭാ അധികൃതരും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയിരുന്നു. മാലിന്യം തള്ളാൻ എത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് നഗരസഭാ അധികൃതർ. BJP കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ജനജാഗ്രതാ നൈറ്റ് മാർച്ച് നടത്തി. വടക്കാഞ്ചേരി റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം BJP തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത ഉദ്ഘാടനം ചെയ്തു. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട് എന്നിവർ സംസാരിച്ചു. നേതാക്കളായ E ചന്ദ്രൻ, സുഭാഷ് പാക്കത്ത്, സുഭാഷ് ആദൂർ, സുമേഷ് കളരിക്കൽ, വിഷ്ണു അമ്പാടി, സുരേന്ദ്രൻ വെള്ളിത്തിരുത്തി എന്നിവർ നേതൃത്വം നൽകി. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് സാന്റ് ജോസ് വോയ്സ് ബുള്ളറ്റിൻ കമ്മിറ്റി ഡിജിറ്റൽ ആർക്കൈവ്സ് ആരംഭിച്ചു. ഇടവകയുമായി ബന്ധപ്പെട്ട രേഖകളും ചിത്രങ്ങളും സംരക്ഷിക്കുന്നതിനും പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കും പൊതുവായി ലഭ്യമാക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് ആർക്കൈവ്സ് തയ്യാറാക്കിയത്. ആർക്കൈവ്സിന്റെ പ്രകാശന കർമ്മം തീർത്ഥകേന്ദ്രം റെക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. എഡിറ്റർ പ്രൊഫസർ ED ജോൺ അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, ട്രസ്റ്റിമാരായ OJ ഷാജൻ, പിയൂസ് പുലിക്കോട്ടിൽ, KJ വിൻസെന്റ്, വിൽസൺ നീലങ്കാവിൽ, PRO റാഫി നീലങ്കാവിൽ, ബുള്ളറ്റിൻ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. ഏപ്രിൽ 1, 2 തീയതികളിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷം നടന്നത്. പ്രതിഷ്ഠാദിനാഘോഷങ്ങളുടെ ഭാഗമായി ശുദ്ധി ചടങ്ങുകൾ, സന്താന ഗോപാല പൂജ, കളഭാട്ടം, 25 കലശം എന്നിവ നടന്നു. ക്ഷേത്രോത്സവ വേദിയിൽ ഭഗവത്ഗീത, നാരായണീയ പാരായണം, കൈക്കൊട്ടിക്കളി എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ഗുരുവായൂർ മേൽശാന്തിയായ ശേഷം തിരികെ കുറൂരമ്മ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ചുമതലയേറ്റെടുക്കുന്ന പുതുമന ശ്രീജിത്ത് നമ്പൂതിരിക്ക് സ്വീകരണം നൽകി. ലഹരിക്കെതിരെ BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ചാവക്കാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം OBC മോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പ്രതീഷ് അയിനിപ്പുള്ളി, ഗണേഷ് ശിവജി, വിനോദ് പണിക്കശ്ശേരി, വിനീത് കുർപ്പേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച 10 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കടങ്ങോട് സോക്കർ ലീഗ് സീസൺ 4 തുടക്കമായി. കടങ്ങോട് പഞ്ചായത്ത് മൈതാനിയിൽ നടന്ന ലീഗ് മത്സരം കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ജോളി തോമസ് മുഖ്യാതിഥിയായി. സംഘാടക സമിതി അംഗങ്ങളായ ജലീൽ കടങ്ങോട്, MP സിജോ, ദീപക് കടങ്ങോട്, അബൂബക്കർ റാസിഖ് എന്നിവർ സംസാരിച്ചു. ബബിൻ, ഫാസിൽ, നസ്രു എന്നിവർ സോക്കർ ലീഗിന് നേതൃത്വം നൽകി. ഉദ്ഘാടന മത്സരത്തിൽ ഫേസ് ലുക്ക് കരിയന്നൂർ ഏകപക്ഷീയമായ 2 ഗോളിന് MCC പാഴിയോട്ടുമുറിയെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ ഗാങ്ങേഴ്സ് പന്നിത്തടം എതിരില്ലാത്ത 1 ഗോളിന് സഞ്ചാരി കടങ്ങോടിനെ പരാജയപ്പെടുത്തി. ചരമം. പഴഞ്ഞി പുലിക്കോട്ടിൽ ഇയാക്കു മകൻ സൈമൺ നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ജോയ്സി ഭാര്യയും ഓഗിൻ, കെസിയ എന്നിവർ മക്കളുമാണ്. ആർത്താറ്റ് കുന്നംകുളം കൂത്തൂർ വീട്ടിൽ ആൻഡ്രൂസ് ഭാര്യ റീജ നിര്യാതയായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ടെറിയ, ജെറീഷ് എന്നിവർ മക്കളാണ്. കടവല്ലൂർ കൊരട്ടിക്കര കളരിക്കൽ സേതുമാധവന്റെ ഭാര്യ രൂപ നിര്യാതയായി. 41 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. സൂര്യനാരായണൻ ഏക മകനാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.